മലയാളികളുടെ ദേശീയ ഉത്സവമാണ് തിരുവോണം. കാസർകോട്ടെ ജനങ്ങൾക്ക് വേണ്ടി, മലബാറിനു വേണ്ടി, കേരളത്തോട് ബി.ജെ.പി. കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് ഓണത്തെക്കുറിച്ച് സങ്കല്പം. ഞങ്ങൾ കേരളത്തിലെ എംപിമാർ അന്ന് തിരുവോണ ദിവസം പാലക്കാട് ഡിവിഷണൽ കൊമേഴ്സ്യൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ അത് ആദ്യത്തെ സമരത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനിലൊന്നാണ് പാലക്കാട് ഡിവിഷൻ. ആ പാലക്കാട് ഡിവിഷനിൽ നിന്ന് നമ്മുടെ ഉള്ളാൾ മുതൽ മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സൌത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗമാക്കാൻ, അതായത് മൈസൂർ ഡിവിഷന്റെ ഭാഗമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം ദുരുപദേഷ്ടമാണ്. മാത്രമല്ല നിഗൂഢാത്മകമാണ്. ആ തീരുമാനം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാനാവില്ല. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായി കേരളത്തിലെ മുഖ്യമന്ത്രിയോടോ ഭരണാധികാരികളോടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 29ഓളം രാജ്യസഭ ലോക്സഭ എംപിമാരുണ്ട്, അവരോടോ ഒരക്ഷരം ഉരിയാടാതെയാണ് റെയിൽവേ കേന്ദ്ര ഗവൺമെന്റ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. പാർലമെന്റിന്റെ സെഷൻ, മൺസൂൺ സെഷൻ ഈ കഴിഞ്ഞ 13-ാം തീയതി വരെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കേരളത്തിലെ എംപിമാർ നിരവധി ആവശ്യങ്ങളുമായി നിരവധി പ്രാവശ്യം റെയിൽവേ മന്ത്രിയുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. അദ്ദേഹവുമായി വ്യക്തിപരമായ സംഭാഷണം നടത്തിയിരുന്നു. പക്ഷേ ഈ സമ്മേളനം അവസാനിക്കുന്ന 13-ാം തീയതി വരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നതായി കേന്ദ്രമന്ത്രി ഒരു സൂചന പോലും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കർണാടകത്തിലെ ബി.ജെ.പിയുടെ താൽപര്യപ്രകാരമാണ് ഈ തീരുമാനമെടുത്തത്. ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. ഈ തീരുമാനം കേരളത്തോടുള്ള അവഗണനയാണ്, കേരളത്തെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ തീരുമാനം നമുക്ക് അംഗീകരിക്കാനാവില്ല. ആ തീരുമാനം ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് കേരളത്തിനാണ്, പ്രത്യേകിച്ച് മലബാറിനാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്ന കാസർകോട്ടെ ജനങ്ങളാണ്. അതുകൊണ്ട് ഈ തീരുമാനം ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ എല്ലാ എംപിമാരും റെയിൽവേ മന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചു. അവസാനം ഇപ്പോൾ മന്ത്രി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല ചെന്നൈയിലെ റെയിൽവേ അറിഞ്ഞിട്ടില്ല, GM അറിഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? നമ്മൾ ആലോചിക്കണം, ആരാണ് കേന്ദ്രമന്ത്രി അറിയാതെ, അതുപോലെ ചെന്നൈയിലെ റെയിൽവേ ഓഫീസ് അറിയാതെ ആരാണ് ഈ തീരുമാനമെടുത്തത്? അപ്പൊ മന്ത്രി പറയുന്നു ഞങ്ങൾക്കറിയില്ല. കേരള ഗവൺമെന്റ് ഞങ്ങളെ പ്രതിഷേധം അറിയിച്ചു, എംപിമാർ മുഴുവൻ പ്രതിഷേധിക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പാലക്കാട് ഡിവിഷന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സൌത്ത് വെസ്റ്റ് റെയിൽവേക്ക് കൊടുക്കുന്നതായി, മൈസൂർ ഡിവിഷൻ കൊടുക്കുന്നതായി ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ കേരളത്തോട് കാണിച്ച അനീതി, ബി.ജെ.പി. ഗവൺമെന്റ് കേരളത്തോട് സമസ്ത മേഖലകളിലും അനീതിയാണ്, അവഗണനയാണ് നടത്തുന്നത്. ആ അവഗണന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. നമുക്കറിയാമല്ലോ, 2007 നവംബർ 1-നാണ് സേലം ഡിവിഷൻ ഉണ്ടാക്കിയത്. സേലം ഡിവിഷൻ ഉണ്ടാക്കിയതോടുകൂടി പാലക്കാട് ഡിവിഷന്റെ പ്രസക്തി തന്നെ അന്ന് നഷ്ടപ്പെട്ടതാണ്. അന്ന് കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കരൂര്, അതുപോലെ തന്നെ നീലഗിരി സ്റ്റേഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട സകല വരുമാന സ്രോതസ്സുകളുള്ള സ്റ്റേഷനുകളും അടർത്തിയെടുത്തിട്ടാണ് അന്ന് സേലം ഉണ്ടാക്കിയത്. അന്ന് തമിഴ്നാടിന്റെ നിർബന്ധപ്രകാരമാണ് അത് അന്ന് കൊടുത്തത്. അതോടുകൂടി പാലക്കാടിന്റെ വരുമാന സ്രോതസ് പകുതി കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വരുമാന സ്രോതസ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, മംഗലാപുരം പോർട്ടാണ്. പനൂര് ആ പോർട്ടിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൽക്കരി, രാസവളങ്ങൾ, ആ രാസവളങ്ങളിലൂടെ പിന്നെ ഗുഡ് സർവീസിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പൊ ആ വരുമാനം ഏതാണ്ട് ഒരു വർഷം 600 കോടിയോളം വരുന്നു. ആ 600 കോടിയോളം വരുന്ന ആ പണമാണ് ഇപ്പോൾ ഈ തീരുമാനം വഴി നഷ്ടപ്പെടാൻ പോകുന്നത്. മാത്രമല്ല, ഇത് 2 ഡിവിഷനായി മാറ്റിയതോടുകൂടി, പാലക്കാട് ഡിവിഷനും മൈസൂർ ഡിവിഷനുമായി മാറ്റിയതോടുകൂടി ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഉത്തര മലബാറിനോ വേണ്ടി എടുക്കണമെങ്കിൽ 2 ഡിവിഷന്റെ പെർമിഷൻ വേണം. ഇപ്പൊ കണ്ണൂർ അവസാനിക്കുന്ന ഒരുപാട് തീവണ്ടി കാസർകോട്ടേക്കും മംഗലാപുരത്തേക്കും നീട്ടണമെന്ന് പറഞ്ഞു. ഈ നീട്ടണേ നമ്മൾ പാലക്കാട് ഡിവിഷനിലും ചെന്നൈയിലെ റെയിൽവേ ഓഫീസിലുമാണ് ബന്ധപ്പെടുന്നത്. ഇനിയിപ്പോ 2 ഡിവിഷന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ
ഒരു തീവണ്ടി വരും. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ കുറെ കാലമായി ആവശ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ പിന്നെ കുമ്പള സ്റ്റേഷൻ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ ആക്കണം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് സാമ്പത്തിക വരുമാനമില്ലാത്ത ഈ പാലക്കാട് കാലക്രമേണ ഇല്ലാതാക്കി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിക്കാനുള്ള ഒരു ഹീനമായ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ തീരുമാനത്തിന് ഒരുപാട് ദോഷകരമായ ഫലങ്ങളുണ്ട്. നമുക്കറിയാം, അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫ് പാറ്റേൺ ആണ്. അതുപോലെ എമർജൻസി കോട്ട റിലീസ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഇനി മൈസൂരിലേക്ക് മാറേണ്ടി വരും. അതുപോലെ തന്നെ തീവണ്ടിയുടെ പിന്നെ പരിഷ്കാരങ്ങൾ, പുതിയ തീവണ്ടികൾ വരുന്നത് ഇതെല്ലാം മൈസൂരേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന്, റെയിൽവേ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് തിരുവോണം. കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി, മലബാറിനു വേണ്ടി, കേരളത്തോട് BJP കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് ഓണത്തെക്കുറിച്ചൊരു സങ്കല്പം. ഞങ്ങള് കേരളത്തിലെ MPമാർ അന്ന് തിരുവോണ ദിവസം പാലക്കാട് ഡിവിഷണൽ കൊമേഴ്സ്യൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ അത് ആദ്യത്തെ സമരത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. ഈ സമരം കൊണ്ട് ഫലം കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ MPമാരും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമരത്തിന്റെ 2ാം ഘട്ടം പിന്നീട് തീരുമാനിക്കും. അതുകൊണ്ട് ഈ തിരുവോണ ദിവസം പട്ടിണി കിടന്ന് മലയാളികൾ കാണം വിറ്റും ഓണമുണ്ണുന്ന ആ ദിവസം ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഈ മലബാറിനോട്, കാസർഗോഡിനോട്, കേരളത്തോട് BJPയുടെ ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഏറ്റവും നല്ല ദിവസം ആഹാരം കഴിക്കാതെ ഒരു ദിവസത്തെ 9 മണി തൊട്ട് 6 മണി വരെ നിരാഹാര സമരം ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2ാം ഘട്ട സമരത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അന്ന് തിരുവോണമാണ്, പലർക്കും പല അസൗകര്യമുണ്ട്. എന്നാലും ആ അസൗകര്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട്ട് 9 മണി തൊട്ട് 6 മണി വരെ സമരമിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.